അപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, മോളെ, അതിന് ബലി അർപ്പിക്കാൻ എൻ്റെ മോൾക്കറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ ഒരു നല്ല ബലി അർപ്പിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ, കഴിഞ്ഞ 3 ദിവസം ഈശോ ബലി അർപ്പിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പം ഞാൻ അതുപോലെയൊക്കെയാണ് ഇവിടെ, അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. അങ്ങനെയാണ് ഞാനിന്ന് ബലി അർപ്പിച്ചത്. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നീ കണ്ടു, പക്ഷേ വിശുദ്ധ കുർബാനയുടെ അർത്ഥം എൻ്റെ മോൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. കുർബാനയുടെ അർത്ഥം ഒരിക്കലും ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ മോൾക്ക് മനസ്സിലാവുകയില്ല. സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസം ഞാൻ ബലി അർപ്പിക്കും. അന്ന് മാത്രമേ കുർബാനയുടെ അർത്ഥം മോൾക്ക് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാവുകയുള്ളൂ. ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വൈദികൻ ബലിയുടെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ അല്പമെങ്കിലും മനസ്സിലാക്കിയാൽ ആ ബലിപീഠത്തിൽ വീണ് അവൻ മരിച്ചു പോവുകയുള്ളൂ. ആ ബലി പോലും പൂർത്തിയാക്കാൻ ഒരു വൈദികന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യം ഒരു വൈദികനിൽ നിന്ന് പോലും മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വിശുദ്ധ കുർബാനയുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം വിശുദ്ധിയുള്ള ഒരു വൈദികൻ എനിക്കില്ലാത്തത് കൊണ്ടല്ല. ഒരു ബലി പോലും മനസ്സിലായ ആ ബലി പോലും പൂർത്തിയാക്കാൻ വൈദികനെ പറ്റുകയില്ല, അവൻ മരിച്ചു പോകും. അത്ര വലിയ രഹസ്യമാണ് കൂദാശ ചെയ്യപ്പെടുന്നത്. അത്രമാത്രം വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിനക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നാൽ ഇതൊരിക്കലും കുർബാനയുടെ പൂർണ്ണതയല്ല. അതിൻ്റെ നിഴൽ മാത്രമായിരിക്കും ഇപ്പോൾ നിനക്ക് മനസ്സിലാവുക. അതിൽ കൂടുതൽ ഗ്രഹിക്കാൻ ഇപ്പോൾ നിനക്ക് പറ്റുകയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പടം കാണിച്ച് പഠിപ്പിക്കില്ലേ, അതുപോലെ മാത്രം. നീ ഒരു കുഞ്ഞായതുകൊണ്ട് ഇത് കൂടുതൽ നിനക്കിപ്പോൾ മനസ്സിലാവുകയില്ല. പിന്നീട് ഞാൻ നിന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കും, അത് കഴിഞ്ഞ് വാക്കുകൾ പഠിപ്പിക്കും, പിന്നെ വായിക്കാൻ പഠിപ്പിക്കും, കൂട്ടി വായിക്കാൻ പഠിപ്പിക്കും, അത് കഴിഞ്ഞ് അർത്ഥം പറഞ്ഞു തരും. അപ്പോഴും നിനക്ക് ഭൂമിയിൽ വെച്ച് പൂർണ്ണമായിട്ടും കുർബാനയുടെ അർത്ഥം മനസ്സിലാവുകയില്ല. എൻ്റെ സൃഷ്ടവസ്തുക്കളിൽ ഏറ്റവും ചെറിയ ഒരു വസ്തു മാത്രമാണ് ഭൂമി. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ നീ വിഷമിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാന ഞാനാണ്, ഞാൻ മുഴുവനുമാണ് കുർബാന. അപ്പം എന്നെക്കുറിച്ച് തന്നെ നീ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കാനാ? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിനക്ക് കുർബാനയുടെ നിഴൽ മാത്രം പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കുക. മുഴുവനും നിനക്ക് ഇപ്പോൾ മനസ്സിലാവുകയില്ല. ആദ്യമായി എന്നാണ് ബലി ആരംഭിച്ചത്? അത് 2000 വർഷം മുമ്പാണോ? അല്ല. ഉൽപ്പത്തിയിൽ കായേനും ആബേലും ബലി അർപ്പിച്ചത് എൻ്റെ മോൾ ഓർക്കുന്നില്ലേ? നോഹ ബലി അർപ്പിച്ചത് ഓർക്കുന്നില്ലേ? അബ്രഹാം ബലി അർപ്പിച്ചത് ഓർക്കുന്നില്ലേ? മോശ ബലി അർപ്പിച്ചത് ഓർക്കുന്നില്ലേ? ദാവീദ് ബലി അർപ്പിച്ചത് ഓർക്കുന്നില്ലേ? പ്രവാചകന്മാർ ബലി അർപ്പിച്ചത് ഓർക്കുന്നില്ലേ? ഇതിൽ ഏലിയ പ്രവാചകൻ്റെ ബലി എൻ്റെ മോൾ ഒരിക്കലും മറക്കരുത്. ഈ ബലികളോടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു ബലിയല്ല ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്നത്. പഴയ നിയമത്തിലേതെല്ലാം തുടക്കമായിരുന്നു. അതിൻ്റെ പൂർണ്ണതയുടെ ബലിയാണ് ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ബലിയോടൊക്കെ ഈ ബലിക്കും ബന്ധമുണ്ടാകും. അന്ന് ഏലിയ പ്രാർത്ഥിച്ച അതേ ദൈവത്തോട് തന്നെയാണ് ഇന്ന് നീയും പ്രാർത്ഥിക്കുന്നത്. ഏലിയ പ്രാർത്ഥിച്ച അതേ വാക്കുകൾ തന്നെയാണ് നീയും ഉപയോഗിക്കേണ്ടത്. പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ. നീ വരുമ്പോൾ പിതാവേ ഈ ബലി സ്വീകരിക്കണേ നീ പറയുന്നില്ലെങ്കിൽ, പിതാവ് ആ ബലി സ്വീകരിച്ചില്ലെങ്കിൽ വന്ന പോലെ തുമ്മ തിരിച്ചു പോവല്ലേ ഉള്ളൂ. ഇനി പിതാവ് നിൻ്റെ പ്രാർത്ഥന കേട്ട്, ഏലിയായുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന പോലെ തന്നെ ഇറങ്ങി വരും. എന്നിട്ട് നിൻ്റെ ബലി വസ്തുക്കളെ ദഹിപ്പിക്കണം, നിൻ്റെ പ്രാർത്ഥന കേൾക്കണം. അപ്പം അതുകൊണ്ട് മോള് അതുപോലെ തീഷ്ണതയോടുകൂടി വേണം ബലി അർപ്പിക്കാൻ വേണ്ടി വരാൻ. ആ ദൈവം തന്നെയാണ് ഇപ്പോഴും നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അങ്ങനെ ഒരുങ്ങി വേണം ബലി അർപ്പിക്കാൻ വരാൻ. ആട്ടെ, ഇന്ന് പൂർണ്ണതയുടെ ബലി അർപ്പിക്കാനല്ലേ മോള് വന്നത്? അങ്ങനെ പൂർണ്ണതയുടെ ബലി അർപ്പിക്കാൻ വന്നപ്പോൾ ബലി അർപ്പിക്കാൻ എന്താ കൊണ്ടുവന്നത്? ബലിവസ്തുവായി എന്താ നീ കൊണ്ടുവന്നത്? കാഴ്ചവസ്തുവായിട്ട് എന്താ കൊണ്ടുവന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഈശോ ഇപ്പം അങ്ങനെയൊന്നും വേണ്ട, എല്ലാ സാധനവും പള്ളിയിൽ ഉണ്ട്, അപ്പവും വീഞ്ഞും ഒക്കെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകണ്ട. അഥവാ അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ അച്ഛൻ വാങ്ങിക്കത്തില്ല, വാങ്ങിച്ച് ബലിയർപ്പിക്കത്തൊന്നുമില്ല, ബലിപീഠത്തിൽ വയ്ക്കുകയൊന്നുമില്ല. ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? കാഴ്ചവസ്തു ബലിമൃഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നല്ലേ പറയുന്നത്.
ബലിമൃഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം ബലിയർപ്പിക്കാൻ. 2 സാമുവേൽ 24-ാം അധ്യായം 24-ാം വചനത്തിൽ എന്താ ദാവീദ് പറയുന്നത്? ദാവീദ് പറയുകയാ, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ഒരു ബലി എൻ്റെ ദൈവത്തിന് ഞാൻ ഒരിക്കലും അർപ്പിക്കുകയില്ലെന്ന്. അപ്പോൾ അത് പഴയ നിയമത്തിലെ ബലി. ഇന്ന് പൂർണ്ണതയുടെ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിനക്കൊരു ചെലവുമില്ലാത്ത ബലി അർപ്പിക്കാനാണോ എല്ലാ ദിവസവും ഇങ്ങോട്ട് പോരുന്നേ? ബലിവസ്തു വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ബലിവസ്തു നേരത്തെ ഒരുക്കി വെക്കേണ്ടത് തന്നെയാണെന്ന് ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് പറ്റുമല്ലോ. ഇപ്പോഴാണെങ്കിലും ബലിപീഠത്തിലേക്ക് നോക്ക്. നാളത്തെ ബലിക്ക് വേണ്ടി തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കിയാലേ. ഇത് തന്നെ ഒരു തെളിവല്ലേ കാഴ്ചവസ്തുക്കളെല്ലാം നേരത്തെ എടുത്തു വെക്കണമെന്നുള്ളതിന്. എന്നിട്ട് നീ എന്താ ഒന്നും ഒരുങ്ങാതെ ഇങ്ങ് പോരുന്നത്? ബലിവസ്തു വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് സാധനമാണ് കൊണ്ടുവരേണ്ടത്? എന്ത് സാധനം ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് ഈശോയെ? ഈശോ പറഞ്ഞു, മോളെ, നശിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് മുതൽ നിന്റെ ഭൗതികമായ ആവശ്യങ്ങൾ വരെ എന്തും നിനക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുവരാം. എന്തും ബലിയർപ്പിക്കാൻ കൊണ്ടുവരാം. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബലിവസ്തു നശിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവാണ്. എന്തുമാത്രം സാധനങ്ങൾ വേണമെങ്കിലും ബലിയർപ്പിക്കാൻ കൊണ്ടുവരാം. എന്നാൽ ഏറ്റവും ആദ്യം നീ എടുത്തു വയ്ക്കേണ്ട ബലിവസ്തു നിന്നെ തന്നെ ആയിരിക്കണം. കാരണം നീ കൊണ്ടുവരുന്ന സാധനം മേടിക്കാനല്ല ഞാനിവിടെ കാത്തിരിക്കുന്നത്, നിന്നെ സ്വീകരിക്കാനാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നീ നിന്നെ തന്നെ എടുത്തു വയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എന്തുമാത്രം സാധനം വേണമെങ്കിലും എടുത്തു വെച്ചു, എന്തെല്ലാം വേണമെങ്കിലും എടുത്തു വെച്ചു. നിൻ്റെ രോഗങ്ങളോ കടബാധ്യതകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളോ നിൻ്റെ സ്വഭാവത്തിൻ്റെ കുറവുകളോ എന്ത് വേണമെങ്കിലും നിനക്ക് കാഴ്ചവസ്തു എന്തുമാത്രം വേണമെങ്കിലും എടുത്തു വെക്കാം. പക്ഷെ ആദ്യം എടുത്തു വയ്ക്കേണ്ടത് നിന്നെ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കാഴ്ചവസ്തുക്കൾ എടുത്തു വയ്ക്കാവുള്ളൂ. ഇനി എന്ത് സാധനം ബലിയർപ്പിക്കാൻ നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാലും ബലിയർപ്പണം കഴിയുമ്പോൾ ബലിവസ്തുവിന് മാറ്റം വരും. ഒരു കാരണവശാലും നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന സാധനം ബലിയർപ്പണം കഴിയുമ്പോൾ തിരിച്ചു തന്നു വിടുകയില്ല. നീ ആട്ടുംകുഞ്ഞിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ ബലിയർപ്പണം കഴിയുമ്പോൾ ഞാൻ ആട്ടുംകുഞ്ഞിനെ തന്നു വിടുകയില്ല, ഞാനതിനെ കൊല്ലും. എന്നിട്ട് അതിൻ്റെ മോശം ഭാഗമെല്ലാം കത്തിച്ച് കളയും. ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദയവും കരളും ശ്രേഷ്ഠമായ മാംസവും മാത്രമേ ബലിപീഠത്തിൽ വയ്ക്കുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ പങ്കാണ് നിനക്ക് തന്നുവിടുന്നത്, കൊണ്ടു തന്ന സാധനമല്ല. ഇതുപോലെ നീ എന്ത് സാധനം കൊണ്ടും തന്നാലും ആ വസ്തുവിന് മാറ്റം വരും. ബലിവസ്തുവിന് മാറ്റം വന്നിട്ട് കാഴ്ചവസ്തു നീ കൊണ്ടുവന്ന സാധനം തിരിച്ചു കൊണ്ടുവരാൻ അതിന് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മോള് നേരത്തെ തന്നെ ഒരുങ്ങി വേണം ബലിയർപ്പിക്കാനായിട്ട് വരാൻ. ഒരു വർഷം മുഴുവൻ ഒരാട്ടിൻ കുഞ്ഞിനെ ഊനമറ്റതാക്കി നോക്കി വളർത്തി, അതിൻ്റെ കൈയും കാലും ഒടിയാതെ നോക്കി, അതിന് നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയെടുത്തിട്ട് അതിനെ ആ ദൂരം മുഴുവനും ചുമന്നുകൊണ്ടോ നടത്തിയോ കൊണ്ടുവന്ന് ദേവാലയത്തിലെത്തി പുരോഹിതനെ ചെന്ന് കണ്ട് എനിക്കൊരു ബലി അർപ്പിക്കാനുണ്ടെന്ന് പറയുമ്പോഴാണ് പുരോഹിതൻ പഴയ നിയമത്തിലാണെങ്കിൽ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് വരികയുള്ളൂ. അങ്ങനെ അത് പൂർണ്ണതയുടെ ബലി ആയിരുന്നില്ല പഴയ നിയമത്തിൽ. എന്നാൽ ഇന്ന് പൂർണ്ണതയുടെ ബലി അർപ്പിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം പോലും ഒരുങ്ങാതെ നിനക്ക് എങ്ങനെ ബലി അർപ്പിക്കാൻ പറ്റും? ഒരു വർഷം ഒരുങ്ങിയിട്ടാണ് അന്ന് അവർ ബലി അർപ്പിച്ചതെങ്കിൽ ഒരു ദിവസം പോലും ഒരുങ്ങാതെ നീ എങ്ങനെ ബലി അർപ്പിക്കും? അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാളെ ബലി അർപ്പിക്കാനുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും ബലിവസ്തു എടുത്ത് വെച്ചിട്ടുണ്ടാവണം. കാഴ്ചവസ്തുക്കളൊക്കെ നാളെ എന്താണ് ബലി അർപ്പിക്കാനുള്ളതെന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം തന്നെ തീരുമാനിച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് വേണം അതുമായിട്ട് വരാൻ. ഏറ്റവും കുറഞ്ഞത് ഡ്രസ്സ് മാറി ഇങ്ങ് പോരുന്നതിന് മുമ്പെങ്കിലും കാഴ്ചവസ്തു എടുത്ത് വയ്ക്കണം. കാരണം ഡ്രസ്സെല്ലാം മാറി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ ആട്ടുകുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി കാലിത്തൊഴുത്തിലേക്ക് പോകുന്നത്. അതിനൊക്കെ മുമ്പ് അതൊക്കെ എടുത്തു വയ്ക്കേണ്ടത്. അപ്പം അതുകൊണ്ട് മോള് നേരത്തെ തന്നെ ബലിവസ്തുവൊക്കെ എടുത്തു വെച്ച് ഒരുങ്ങിയിരിക്കണം. നാളത്തെ ബലിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടാവണം. എല്ലാം എടുത്തു വയ്ക്കണം. അത് ആട്ടിൻ കുഞ്ഞിനെ വളർത്തുന്ന സമയമാണ്. നാളത്തെ ബലിക്ക് വേണ്ടി ഒരു വർഷം വളർത്തണമായിരുന്നു നേരത്തെ ആട്ടിൻകുഞ്ഞിനെ. പക്ഷെ നീ ഒരു ദിവസമെങ്കിലും വളർത്തുകയാണ്. ആട്ടിൻകുഞ്ഞിനെ വളർത്തുന്ന ഒരു സമയമാണത്. ഏറ്റവും സ്നേഹത്തോടു കൂടി ബലിവസ്തുക്കളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വേണം അതിനെ വളർത്താൻ. ഇനി പറ്റിയില്ലെന്ന് കരുതുക, വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, ഇന്നൊരു ബലി അർപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം